അതെ, തീർച്ചയായിട്ടും ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ അമൃത. അതിൻ്റെ ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് പുറത്ത് വരുന്നത്. അത് എവിടുന്നെങ്കിലും ഇങ്ങനെ വന്ന് ചാടുന്നതായിരിക്കും. എന്തായാലും അത് വരാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ദ്വിദിന ക്യാമ്പ് കോൺഗ്രസിൻ്റെ തുടങ്ങുന്നതിൻ്റെ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അത് പുറത്തു വരുന്നത്. വൈകിട്ടോട് കൂടി അതിനെ തള്ളിക്കൊണ്ട് DIG കാർത്തിക് നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ പകർപ്പും പുറത്തു വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ആ റിപ്പോർട്ട് ബിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് VD സതീശൻ്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. VD സതീശൻ്റെ പേര് അതിനകത്ത് എവിടെയും പറയുന്നില്ല. VD സതീശൻ്റെ പേര് പറയാതെ അതിനകത്ത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, പണം വന്നതിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതി വിജിലൻസിന് ലഭിക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ FCRA നിയമപ്രകാരം 2018 മുതൽ 22 വരെയുള്ള കാലയളവിൽ ഇത്രയും രൂപ മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുമ്പോൾ അതിൻ്റെ വരവ് കണക്ക് നോക്കുന്നു, ചിലവ് കണക്ക് നോക്കുന്നു. ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ക്രമക്കേട് നടന്നു എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ FCRA നിയമം ഇതിന് ബാധകമായ പശ്ചാത്തലത്തിൽ ഈ ഏജൻസി കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല, കാരണം വിദേശത്ത് നിന്നുള്ള പണം വരവാണ്, ഇത് കൂട്ടിയാൽ കൂടുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയേക്കാണ്. ആ കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് കൂടുതൽ അന്വേഷണം നടക്കേണ്ടത് എന്നുള്ളതാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ അന്വേഷണത്തിന് മുതിരുന്നത്. അമൃത.